വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കളിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. സോ ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് രാത്രിയായിട്ട് വേഗം കിടന്നു തുടങ്ങാം. ഞാൻ ആ വില്ലേജ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതോ ഞാൻ ആ വില്ലേജിൽ തന്നെയാണോ കിടന്നത്? ആ വില്ലേജ് തന്നെയാണോ? ഓർമ്മയില്ല ഗൈസ്, ഞാൻ മറന്നു. അപ്പൊ നമുക്ക് ഇന്ന് അയൺ പിക്ക് ചെയ്യാൻ പോണം. പിന്നെ അയൺ അല്ല, എമറാൾഡ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ. അതൊക്കെ അപ്പൊ ഞാൻ അവിടെ പോയതാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ വെള്ളം നമുക്ക് വേഗം ഇത് വെച്ചിട്ട് അടച്ചാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് വെള്ളം വീടിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഡേട്ടിങ് പോരെ, നമ്മൾ ഇന്ന് അത് അടയ്ക്കലാണ് ഇന്നത്തെ പണി. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് അടച്ചാൽ മതി. നമ്മൾ മുന്നിൽ തന്നെ ഉള്ളത് ഒന്ന് അടച്ചാൽ മതി. ഓക്കെ, അയ്യോ ലാഗ് അടിച്ചിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട. നമുക്ക് അതല്ലേ വീടിന്റെ ഫോട്ടോ വരും. ഞാനിങ്ങനെ അടച്ചേക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഫാം നോക്കാം. വീട്ടിന്റെ മുന്നിൽ ഫാം ഉണ്ടാവുന്ന എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ വീട്ടിന്റെ മുന്നിൽ ഇതുണ്ടാവും എനിക്ക് ഇഷ്ടമാണ്. നമുക്കെന്തായാലും ഈ സീരീസിൽ ഓട്ടോമാറ്റിക് ഫാം തന്നെ ഉണ്ടാക്കണം. ഫുഡ് ഫാം, മറ്റേ വീറ്റ് ഫാം ഓട്ടോമാറ്റിക് അത് ഉണ്ടാക്കണം. പിന്നെ അയൺ ഫാം ഉണ്ടാക്കണം. പിന്നെ റെയ്ഡ് ഫാം ഉണ്ടാക്കണം. ഗൺ പൗഡർ ഫാം ഉണ്ടാക്കണം. ലൈക്ക് ക്രീപ്പർ ഫാം ഉണ്ടാക്കണം. XP ഫാം ഉണ്ടാക്കണം. ലൈക്ക് ഒരു സ്കെൽട്ടൺ ബോണൊക്കെ ആണെങ്കിൽ അതിനുള്ള ഫാം ഉണ്ടാക്കണം. പിന്നെ ഇന്നത്തെ നമ്മൾ വേറൊരു ടാസ്ക് എന്ന് വെച്ചാൽ ഹോസിനൊന്നുകൂടിയും റെഡിയാക്കണം. നമ്മളെ ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് നമ്മൾ തീർത്തത് ആണെങ്കിൽ പോരെ. നമുക്കൊരു ഈ ഗാർഡൻ ആക്കാം. എന്തെന്നാ, ഫ്ലവർ ഗാർഡൻ ആക്കാം വേണമെങ്കിൽ. പക്ഷെ എനിക്ക് ഫ്ലവർ ഗാർഡൻ ഇഷ്ടമല്ല. പിന്നെ എൻ്റെ ലാപ്ടോപ്പിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ പറയാണ്, എൻ്റെ ലാപ്ടോപ്പിൽ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ 2 വട്ടം ഇത് വരും. എന്നാൽ അഡ്വാൻസ്മെന്റ് അതിനോട് ഒറ്റ വട്ടം ആ അഡ്വാൻസ്മെന്റ് നമുക്ക് എണ്ണാൻ പാടുള്ളൂ. ഒക്കെ നമുക്ക് വീട്ടും കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് അയണ് കണ്ടുപിടിക്കാൻ പോകണം. അയണാണ് ടാസ്ക്. നമുക്ക് എന്തായാലും കത്തുമാക്കാം. അതിങ്ങനെ അപ്പൊ നമ്മളവിടെ ഇതാക്കിയതാണ്, റീഡ് ചെയ്തതാണ്. ഈ ഇവിടെ തന്നെയാണ് വീട്ടിൽ ഇവിടെ തന്നെയാണ്. ഹായ് മച്ച, ഓടി 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 ഓടി. അയ്യോ ഞാനിപ്പോ പെടും. ഓക്കെ, നിങ്ങൾ വാടാ തടിയാ. എന്താ സുഖല്ല ഗൈസ്. അയണിനി ആടെ പോയിട്ടൊന്നും എടുക്കണ്ട, സ്മെൽറ്റ് ഉണ്ടോ? അല്ല, എന്തായാലും അയണ് വേണം. ആർമർ ഫുള്ളാക്കണ്ടാണ്, അല്ലെങ്കിൽ കോപ്പർ ആയാലും മതിട്ടോ. ഇതൊന്ന് ചാവടോ. ഇത് ചാവുന്നതിന് മുമ്പ് നമ്മളെ സോഡ് ചാവും. സമാധാനം. നമ്മളങ്ങനെ
ഞാൻ ചെയ്ത ചേഞ്ചസ് സ്ലാബ് വെച്ചിട്ട് ചേഞ്ച്. നമ്മൾ ഇവിടെ എവിടെ ഒരു കേവ് ഞാൻ കണ്ടിന്. ആ കേവ് എവിടെയെന്ന് ഇപ്പൊ മനസ്സിലാകത്തെ. ഞാനിവിടെ എവിടെയോ ഒരു കേവ് കണ്ടിന്. ആ കേവ് ഇപ്പൊ കാണുന്നേ ഇല്ല. ഞാൻ എവിടെ നിന്ന് ഇതിന് വീട് വെക്കാൻ ഇറങ്ങി. ഇവിടെയാണ് ഞാൻ കേവ് കണ്ടിനെ. അടുത്തേക്ക് കൊണ്ടിട്ടാ ഞാൻ ആ സൈഡിലേക്കാണ് കേവ് ഉണ്ട്. ഈ കേവിൽ എന്തൊക്കെ ഉണ്ട്? അയ്യോ, ഇത് കേവ് തന്നെയാണോടോ? ഓ അയൺ, ഇത് കേവ് തന്നെയാ ഗൈസ്. ഓ അയൺ, നമുക്ക് കുറെ അയൺ കിട്ടിയിട്ടുണ്ട്. യോ ബ്രോ, യോ ബ്രോ, അയൺ ഉണ്ട്. അപ്പൊ ഇത് ഇവിടെ കേവ് തന്നെയാണ്. കുറച്ച് കോള് റെഡിയാക്കിയേക്കാം, കാരണം കോൾ എന്തായാലും ആവശ്യമുണ്ട്. നമുക്ക് ടോർച്ച് ഉണ്ടാക്കേണ്ടതാണ്, ഇപ്പൊ തന്നെ ഉണ്ടാക്കണം. വേറെ കാര്യം, നമുക്ക് വേറെ ഓടിപ്പോയി ടോർച്ച് ഉണ്ടാക്കിയിട്ട് വരാം. ഓടോടോടോടോടോടോടോ, സമയമില്ല സമയമില്ല സമയമില്ല. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് പാലം ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ ഉണ്ടാക്കിയാലും നമുക്ക് പാലം. എനിക്ക് നീന്തി കിടക്കാൻ വയ്യ. ചാമതി നീന്തി കിടക്കാം. ഓടിപ്പോയത് ഓക്കെ. ഇതിലുള്ള 32 സ്റ്റിക്ക്, 8 സ്റ്റിക്ക് ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് വേഗം കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. ഒരു 2 കോള് നമുക്കാണ് നോക്കട്ടെ. 20 ടോർച്ച് മതി, കാരണം കോളിന്റെ ആവശ്യമില്ല. കോളിന് കൊണ്ട് ഇതെടുത്ത് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ അങ്ങ് വെച്ചാ മതി. എന്തായാലും നമുക്ക് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി വെക്കാം. അല്ല, ഡയമണ്ട് പിക്കാക്സ് അതിന് ഉണ്ടാക്കാൻ ഡയമണ്ട് വേണ്ടേ? 5 ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓ, അത് സെറ്റാ. നമുക്ക് എന്തായാലും അവിടെ ഈ പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റൂലേ? പിക്കാക്സ് ഉണ്ടാക്കാം. ഒരു പിക്കാക്സ്. യോ, അയഡീസിന്റെ പിക്ക് ഉണ്ടാക്കാൻ പറ്റൂല. ഷവൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഇതില്ലേ, സ്റ്റിക്കില്ലേ? നമുക്ക് ഇതൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ എടുത്തേക്കാം. അയൺ അയൺ ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നോട്ടെ. ടോർച്ച് വേണം. അപ്പൊ നമുക്ക് ഇതങ്ങനെ വെച്ചിട്ട് ടോർച്ച് എന്തെങ്കിലും പാടെ വെച്ച്. അയൺ അപ്പത്തേക്ക് റെഡി ആയി നോക്കിയത്. ഇതും 5 അയണാ. ഞാൻ ഈ 2 കൂടി അതിൽ വെച്ചിട്ട് 7 അയണായി. 7 അയൺ കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റുക? ചെസ്റ്റ് പ്ലേറ്റിന് എത്തുന്ന വേണം 8 അല്ലേ? നമുക്ക് ലെഗിൻസ് ഉണ്ടാക്കിയാലോ? 7 കറക്റ്റ് പോയി ചെയ്യും. ഹെൽമെറ്റ് ഉണ്ടാക്കിയ 2 ബാക്കി വരും. 7 ആയിക്കോട്ടെ. അയ്യോ സൂട്ടാ. സെറ്റ്. അങ്ങനെ നമുക്ക് പാന്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പാന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേ പോയിട്ട് കോളും വെച്ച് ഇത് നമുക്ക് ഓഫ് ഹാൻഡിൽ വെക്കാം. മഴ ഇഷ്ടമല്ല. നമ്മളെ പുരയിൽ തന്നെ, ഇവിടെ തന്നെ മഴ ചെയ്തിട്ട് എന്താ, റിയൽ ലൈഫിൽ മഴ ചെയ്തിട്ടെങ്കിൽ എന്താ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇപ്പൊ ഗെയിമിലും മഴ. എന്ത് അങ്ങോട്ട് പറയിപ്പിക്കണ്ട. അയ്യോ, അതാരിപ്പോ അതിന്റെ ഉള്ളിൽ വെച്ച്? ഞാന് ഫുഡ് കഴിക്കണം. അല്ല, ഫുഡ് കഴിക്കാൻ വിശപ്പില്ലാണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടേ വെറുതെ എന്റെ ടോർച്ചും ഇല്ലേ പറയണ്ടേ? എന്താ ആൾക്കാര്? എമറാൾഡി. Oh wow, this cave is so good guys.
കേവ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും പയ്യ കുറച്ച് കോബിൾ സ്റ്റോൺ മതി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി എന്തായാലും വന്നിട്ടാണ്. അയ്യോ, ഞാൻ എവിടെയോ ഒന്നിൻ്റെ കേട്ട്. വേഗം പോയി കുളിച്ചിട്ട് ഉറങ്ങിയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കണ്ട. ഓക്കെ, ഓക്കെ ശരി. എമറാൾഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റൂല തോന്നല്ലേ. എന്നാലും കിട്ടിയല്ലോ, അതോ മതി. കൊച്ചു കള്ളൻ. ഞാൻ എന്താ ചെയ്യാ? എന്താണിത് മെല്ലെ നടക്കുന്നേ? ഇതിൽ ഓടാൻ അറിയാത്തൊരു പൊട്ടനായിട്ടല്ലേ നമുക്ക്. പൊട്ടനല്ല, എനിക്ക് സ്കിന്ന് മാറ്റാനും അറിയില്ല. അപ്പൊ ഇതാണ് നമ്മളെ അഡ്വാൻസ്മെന്റ്. അപ്പൊ ഇന്ന് നമ്മൾ 4 അഡ്വാൻസ്മെന്റ് വേറെ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആണ് കേട്ടോ. ഒരു 20-15 മിനിറ്റ് അത്ര ഉണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനിയും പോയി പിക്കാസോ വെച്ചിട്ട് നമുക്ക് വെട്ടിയിട്ട് വരാം. ഞാൻ പോയി വെട്ടിയിട്ട് വരാം. കമോൺ എവരിബഡി സ്റ്റാൻഡ് അപ്പ്, എവരിബഡി ക്ലാപ്പ്. എന്തിനും ആവശ്യമില്ല, വെറുതെ ക്ലാപ്പ്. അങ്ങ് ക്ലാപ്പ് ചെയ്യോളൂ. അപ്പൊ നമുക്ക് കുറച്ച് ഇത് വെട്ടുണ്ട്. ഓക്കെ, ഞാൻ എവിടെയാണ്ടോ റൂമില്. ഇവിടെ ഇങ്ങനെ ചാകര പോലെ എമറാൾഡ് എടുക്കുന്നേ. ഓ, ഞാൻ ആദ്യമായിട്ട് ഇത്ര ചെറിയ കേവില് എമറാൾഡ് ഇത്ര കാണുന്നു കേട്ടാ. അല്ല, നിലത്ത് പോയാലും ഞങ്ങൾക്ക് എടുക്കാം, ബേജാറില്ല. ഞാൻ 4 ഇല്ലല്ലോ വെട്ടിയെ. ഞാൻ 5-6 വെട്ടിക്ക്. പക്ഷെ എനിക്ക് ഇവിടെ തോന്നുന്നു പേടിയുണ്ട്. ഓ ഗൈസ്, ഡാർക്ക് ഇങ്ങനെ. അയ്യോ, എന്തിന്റെയൊക്കെയോ ഒച്ച കേൾക്കുന്നുണ്ട്. നമുക്ക് പേടിയാവുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ 4 പോയിട്ട് ഏതെങ്കിലും വേറെ കേവില് പോയിട്ട് തപ്പായി. നമുക്ക് ആ കേവ് ഭയങ്കര ഇരുട്ടായി തോന്നും. ഓക്കെ എല്ലാരും ലൈക്ക് ചെയ്യുക. ഇത്ര കഷ്ടപ്പെടുന്ന എന്നെ ലൈക്ക് ചെയ്യൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ക്രൂരതയാണ്. ക്രൂരത എനിക്ക് പറയാൻ പോലും കിട്ടുന്നില്ല. നിങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്യരുത്. എന്തായാലും ഇത്ര മതിയും തോന്നുന്നു. 4 ഇത് വെച്ചിട്ട് അയൺ വെച്ചിട്ട് ബൂട്ട് ഉണ്ടാക്കിയപ്പോ. അല്ല, ഇവിടെ ഒരു കേവ്. വീട്ടൊക്കെ ആദ്യം നമുക്ക് ഇറങ്ങാൻ സെറ്റാക്കി വെക്കട്ടെ. എന്താ ഇത്? ഓന്നോ, ഞാൻ ഇങ്ങോട്ടേക്ക് ചാടിപ്പോയല്ലോ. ഇറങ്ങാനുള്ള വഴി വേണം. ആ കേവ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുളിക്കാൻ പാടില്ലെന്ന് എനിക്കറിയില്ല.
എന്തായാലും ബേബി ചിക്കനെ കാണാൻ പറ്റി. ചിക്കൻ ചിക്കൻ നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണ് ഇതായി കമന്റ്. ചിക്കൻ ഇഷ്ടമല്ലാത്ത ഒരാളും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. എല്ലാം നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനൊന്നും കമന്റ് ചെയ്യില്ല. ഇങ്ങനെ ഇതെന്താ കേവ് റിവീനിങ് എന്താണ്? ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്തില്ല. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിലെങ്കിലും കമന്റ് ചെയ്യടൂ. എന്തിടൂ, ഇങ്ങനെ ആവില്ലടൂ. ഓക്കെ, നമുക്ക് ഇതങ്ങനെ അങ്ങനെ കറങ്ങാൻ നമ്മളത് അവിടെ ഇങ്ങനെ കയറും. നമ്മൾ സ്കില്ലൊക്കെ ഇട്ടിട്ട് കയറുള്ളൂ. ചത്താലും ഒരു വിലയുമില്ല. ആണോ ഗേഷ്? അങ്ങനെയാണോ? ഞാൻ ചത്താലും ഒരു വില തരൂലേ? ഇതെന്താ നോക്കിട്ടില്ല. കോപ്പറുണ്ടല്ലോ, കോപ്പറിനുണ്ട് വലിയ ഉപകാരമില്ല. അയാൾ ആയിരിക്കില്ലേ നമുക്ക് കോപ്പറിനെ കൊണ്ട് സൂട്ടപ്പ് ചെയ്യാൻ പറ്റും. കണ്ണ് വല്ലാത്തൊരു കണ്ണാണ്. ഓക്കെ, എന്താണ് നിങ്ങൾ ഞാൻ ഇതും കൂടെ വെച്ച് കുറച്ചുകൂടി മുന്നോട്ട് വെച്ച കാരണം ഇവിടെ ആവശ്യം. അയ്യോ, എന്റെ ഞാൻ എന്തിൻ്റെയൊക്കെയോ ഒച്ചയായിരിക്കും ഗൈസ്. ഞാൻ എന്തിൻ്റെയൊക്കെയോ എനിക്ക് ബേജാറാണ്. എന്നെ നെഞ്ഞിടിക്കുന്നു. എന്തേലൊക്കെ പാടിയിട്ടെങ്കിലും നമ്മൾ നെഞ്ഞെടുപ്പ് കുറയ്ക്കാന്നില്ല. ഇങ്ങനത്തെ കേവ് പോരടേ, വലിയ വലിയ കേവ് വാ. നിങ്ങളിപ്പോ പറയുന്നുണ്ടാവും എന്നോട് പറയിപ്പിക്കണ്ട. എന്നാലും ഗൈസ് നിങ്ങൾ പറ, എന്റെ ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സത്യം പറയണം, ഇഷ്ടപ്പെട്ടില്ലേ? അത്രേ ഉള്ളൂ, ഇഷ്ടപ്പെട്ട്. അതാണ്. അയ്യോ, ഇപ്പൊ വീണേനെ നമ്മള്. ഓ ഡാർക്ക്, ഞാൻ വിചാരിച്ച ആ പോലത്തെ കേവ് അല്ല. ഞാൻ വിചാരിച്ച സാധാ പോലത്തെ കേവ്, അത് ഇങ്ങനെ വീടിനെ പോലെ വെക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഫുൾ ചെറിയ ഭയം. ഞാനിപ്പോ ആദ്യം ജനിച്ചത് എവിടെയാണെങ്കിൽ എവിടുന്ന വന്നേന്നൊന്നും ഓർമ്മയില്ല. ആ കേവിന്റെ എല്ലാം അതിനുകൊണ്ട് എനിക്കിപ്പോ ഈ ചെറിയ ഭയം ഇഷ്ടമല്ലാണ്ടായിരുന്നു. എന്താന്ന് മനസ്സിലാവുള്ളൂ. എന്താണെങ്കിലും ഞാനീ ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങളെങ്ങനെ കണ്ട? ഞാൻ ചിലപ്പോ ഇടയ്ക്ക് കോൺസെൻട്രേഷനിലേക്ക് ഞാനിങ്ങനെ ഇതെന്താ നോക്കും. അപ്പൊ നിങ്ങളൊന്നും കമന്റ് ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിക്കരുത്. ഞാൻ ഉണ്ടാത്തത് ഇതാണ് കാരണം. ഓക്കെ, ഇതിൽ കുറച്ച് കോളുണ്ട്, എടുത്തിട്ട് പോവാം. ചിലപ്പോ കോളുടെ ബാക്കിലാണെങ്കിലോ അയാൾ എടുക്കുന്നേ നമ്മള് കോളല്ലേ എന്ന് പറഞ്ഞിട്ട് പേരെ എടുക്കാണ്ടെന്നാണെങ്കിലും ആലോചിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ കോള് അയാളൊക്കെ മിസ്സാവുന്നത്. നമ്മള് ഡയമണ്ട് വരെ ഉണ്ടാവും അതിന്റെ ബാക്കിൽ. നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ
പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ അല്ല. എല്ലാം നമ്മൾ വിചാരിക്കും കോള്. പക്ഷെ കോപ്പർ ഞാൻ നേരത്തെ ആ കേവില് നിങ്ങൾ കണ്ടോന്ന് ഞങ്ങൾക്കറിയില്ല. കോപ്പർ എത്ര കോപ്പർ കണ്ടപ്പോ കിളി പോയി. എത്ര കോപ്പർ ഉണ്ടത്? ഇത്രയൊന്നും കോപ്പർ അല്ല. എത്ര കോപ്പർ! ആ ഇത് മൊത്തം കോപ്പർ തന്നെ ഗൈസ്. മനസ്സിലായില്ലേ? ഫുഡ് കഴിച്ചത് നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കണ്ടു പോകാണ്ട് കമന്റ് ചെയ്യാൻ വെറുതെ കണ്ട് വീഡിയോ ഒന്നും കാണാൻ ഇറങ്ങി പോകും. എന്തായാലും നിങ്ങൾക്ക് തോന്നിയ പോലെ എല്ലാം തോന്നിയ പോലെ ഒന്നും കളിക്കാൻ തോന്നിയ പോലെ കളിക്കാനാകെ കുറച്ച് നേരം. അയ്യോ ഇല്ലാണ്ട് വേറെ ഒന്നുമില്ല. നമുക്കെന്തായാലും കുറച്ച് ഓഫ് ക്യാമറയിൽ മൈനിങ്ങിന് പോകണം. കാരണം ഇതിങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ കാണിക്കാനുണ്ടെങ്കിൽ സമയം കുറെ പോകും. നിങ്ങളെ സമയം എന്താ ഇത് കോപ്പറിനോട് കളിയോ? ചാകരയാണ്, കോപ്പറിന്റെ ചാകര. കോപ്പറും മടുത്ത് ഫുള്ള് കോപ്പർ. ഞാനൊരു കോപ്പർ എല്ലാം ഒരു സാധനം കാണുന്നില്ല. നമ്മളെ പ്ലെയറിന് സാധാ ഫുഡൊക്കെ തിന്നാൻ പോലെയാണ്. ചിക്കനും സ്റ്റേക്കൊക്കെ. അയ്യോ രാവിലെ വന്നിട്ട് നോക്കാം. വേഗം പോവാ. രാവിലെ വന്നിട്ട് നോക്കാം. അയ്യോ രാവിലെ വന്നിട്ട് നോക്കാം. ഗൈസ് നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം ഗൈസ്. അയ്യോ വേഗം പോവാം. എന്തുവാടാ ഈ കളിക്കുന്ന നീ? ഇയാളെ കൊണ്ടുണ്ടല്ലോ. എത്ര മോബാണ്ടായത്. ഞാൻ നോർമൽ ഇട്ടിട്ടാ കളിക്കുന്നത്. നിന്നെ തന്നെ അടിക്കിട്ടാ. പോകാൻ കഴിഞ്ഞില്ല. പണ്ടാരം ഫുഡില്ലായിട്ട്. അയ്യോ ഇനി ഓടാൻ കഴിയൂലേ. ശരി സമാധാനായി. ഫുഡ് കഴിക്കാനി മനസ്സമാധാനമായിട്ട്. എന്നെ എല്ലാരും കാണുകയും ചെയ്യും ഗൈസ്. എന്തൊരു ഇതാണെന്ന് അറിയും. ഇവിടെ എന്തായാലും ലേറ്റ് ഇട്ടേക്കാം. ഞാനിവിടെ ലേറ്റ് ഒന്നും വെച്ചിട്ടില്ലല്ലേ. താങ്ക്സ് ഫുഡ്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ലേറ്റ് വെക്കൂലാണ്. നമുക്ക് അങ്ങനെ തന്നെ വെച്ചാൽ ഒന്നുകൂടി നമ്മളെ ബെഡിന്റെ ഉള്ളു നമുക്ക് കണ്ടു. കള്ള മോൺസ്റ്റേഴ്സിന്റെ മക്കള്. കാരണം ഇപ്പൊ ഞമ്മക്ക് കടന്നുറങ്ങാനും പറ്റില്ല. നമുക്ക് എന്തായാലും ഇതില് വെച്ചേക്കാം. ഈ കോളും. എന്റെ മോനെ. ഒക്കെ നമ്മളപ്പോ കിടന്നുറങ്ങിയിട്ടുണ്ട്. സെറ്റ്. എന്നാലും ഇവലൊന്നും ചാവൂലേ. സ്പൈഡേഴ്സ് ഒന്നും ചാവൂല. ക്രീപ്പറും ചാവൂല. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും ഫുള്ളായിട്ട് സൂട്ടപ്പ് ആവാം. ഞാൻ പറ്റുന്ന വിധം ഓഫ് ക്യാമറയിൽ മൈൻ ചെയ്യുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട. ഓക്കെ ബൈ.